ഇപ്പോൾ ഒരു പരാതി നൽകുന്നു, SP സുജിത് ദാസിനെതിരെ പരാതി നൽകുന്നു. പക്ഷേ പിന്നീട് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അത് മുൻ എസ് ഐ ശ്രീജിത്തിനെ സംബന്ധിച്ച് വലിയ ഉള്ളിലേക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഒടുവിൽ ആ ജോലി തൊപ്പി അഴിച്ചു വെക്കേണ്ടി വരുന്നു, ജോലി രാജിവെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. നിയമ പോരാട്ടം തുടരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ആ ഒരൊറ്റയാൾ പോരാട്ടമൊക്കെ എത്ര കണ്ട് ഫലം കാണും? അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ടതില്ലേ ഈ ഒരു വേളയിൽ? അതിൽ ശ്രീജിത്ത് മാത്രമല്ല, ശ്രീജിത്ത് ഇപ്പോൾ പ്രത്യക്ഷമായി പുറത്തു വന്ന ഒരു ഓഫീസർ എന്ന നിലക്കും അദ്ദേഹം രാജിവെച്ചതുകൊണ്ടുമാണ് ഈ വിഷയം ചർച്ചയാവുന്നത്. ഈ പറയുന്ന അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും സംഘത്തോടൊപ്പം നിൽക്കാത്ത നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥർ നിരവധിയായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിൽ നിരവധിയായ IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. മാനസിക പീഡനം, ജോലിയിലുണ്ടായ പീഡനം, അനാവശ്യമായ PR-കൾ, അനാവശ്യമായ ട്രാൻസ്ഫറുകൾ, അവരുടെ കുടുംബജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവർക്ക് പിന്തുണ കൊടുക്കാതിരിക്കുകയും ഇവരുടെ സംഘത്തിനെതിരെ മൂക്കിൽ നിന്ന് ചൂള വിട്ടവരെയൊക്കെ ഇവരെ അടിച്ചമർത്തിയിട്ടുണ്ട്. അത് കേരളത്തിലെ പോലീസിലെ സാധാരണക്കാരനായ പോലീസ് തൊട്ട് IPS ഓഫീസർമാർ വരെ ഈ അജിത് കുമാറിനെയും സുജിത് ദാസിനെയും പീഡനത്തിന് വിധേയമായ നിരവധിയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു DGPക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏജൻസി, അന്വേഷണ ഏജൻസി, പോലീസിന്റെ അകത്ത് ഒരു പ്രൈവറ്റ് ഏജൻസി പ്രവർത്തിച്ചിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അപ്പം അത്രമാത്രം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഡയറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യുകയും അവിടുത്തെ വിവരങ്ങൾ കൃത്യമായി അജിത് കുമാറിന്റെ ഓഫീസിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്പൈ ടീം കേരളത്തിൽ പോലീസിൽ വർക്ക് ചെയ്തിരുന്നു. അവരെ DYSP ആണെങ്കിലും SP ആണെങ്കിലും ഒരു സാറാ പോലീസ് ഉദ്യോഗസ്ഥരാണ്, റാങ്കിലുള്ള വ്യക്തിയാണ് അജിത് കുമാറിന്റെ ആളെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പം ബഹുമാനിക്കേണ്ട ഗതികേടിലേക്ക് ഇവിടുത്തെ SP-മാരും DYSP-മാരും CI-മാരും ഉണ്ടായിരുന്നു. അവരായിരുന്നു കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഭരിച്ചിരുന്നത്. ഇതൊക്കെ പിന്നീട് അന്വേഷണത്തിൽ വരികയും ആ ടീമിനെ തന്നെ മൊത്തം ഡിസ്മാൻഡിൽ ചെയ്യുകയും ചെയ്തില്ല ഗവൺമെന്റ്. അപ്പം അങ്ങനെ തൻ്റെ കാൽ കീഴിൽ ഒരു പോലീസ്, കേരളത്തിലെ പോലീസിനെ വരച്ച വരയിൽ നിർത്തി തങ്ങൾക്ക് ആവശ്യമായ സകല തോന്നിവാസങ്ങളും കള്ളക്കടത്തും നടത്തിയ ഒരു പോലീസ് സംഘമാണ്. അതിൽ അജിത് കുമാർ മാത്രമാണ് ഇപ്പം കർട്ടന് പിറകിൽ നിൽക്കുന്നത്. സുജിത് ദാസിനെ വീണ്ടും ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി ഇരുത്തി പോലീസിംഗ് നടത്തുന്ന അദ്ദേഹമാണെന്നാണ് പുറത്തറിയുന്ന വിവരം. ഇതുപോലെയുള്ള കള്ളന്മാര് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു. ഇപ്പോൾ താമിർ ജിഫ്രിയുടെ സഹോദരൻ ഇന്നലെ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചിരുന്നു. അവർ അത് റീഓപ്പൺ ചെയ്യാനും കുറെ കൂടി നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ താമിർ ജിഫ്രി കസ്റ്റഡി മരണ കേസിലെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഒരു പൊതുപ്രവർത്തകന് നൽകിയതാണ് ഇദ്ദേഹം സസ്പെൻഷനിലേക്ക് പോകാൻ കാരണമായി പറയപ്പെട്ടിരുന്നത്. ആ പൊതുപ്രവർത്തകൻ താങ്കളാണോ? അതിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടിയും ഈ വീണ്ടും ലീഗൽ ഫൈറ്റുമായി കുടുംബം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ SI ശ്രീജിത്തിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ, താമിർ ജിഫ്രി കേസിലടക്കമുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ എത്ര കണ്ട് സ്ട്രോങ് ആയ എവിഡൻസ് ആണ്, എത്ര സ്ട്രോങ് ആയ ഒരു മൊഴിയായിരിക്കും? അല്ല, ഇപ്പൊ ശ്രീജിത്തിനെ ഈ താമിർ ജിഫ്രി കേസ് നടക്കുന്ന സമയത്ത് എനിക്ക് ശ്രീജിത്തിനെ പരിചയമില്ല. അദ്ദേഹം ഈ പരാതി മരമുറിയുമായി ബന്ധപ്പെട്ട പരാതി നൽകിയതിന് ശേഷമാണ് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം കൊടുത്ത ആ പരാതി തന്നെ വളരെ 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 വ്യക്തമാണ്. പരാതിയുടെ പോരായ്മയോ തെളിവിൻ്റെ പോരായ്മയോ സാഹചര്യ തെളിവുകളുടെ പോരായ്മയോ ഒന്നുമല്ല ഈ പറയുന്ന അജിത് കുമാറിനും സുജിത് ദാസിനും ക്ലീൻ ഷീറ്റ് കൊടുത്തതിൻ്റെ കാരണം. അവര് ഏതൊക്കെ രീതിയിൽ ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇവരുണ്ടാക്കുന്ന സാമ്പത്തിക സ്രോതസ്സിൽ വലിയൊരു ശതമാനം പങ്കുപറ്റുന്ന സർക്കാരുമായി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ, ആ ശൃംഖലയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിച്ച് എവിടെ എത്താത്തത്. ശരി, അപ്പോൾ ഇനി ഈ SI ശ്രീജിത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കുറെ കൂടി പ്രധാനപ്പെട്ട ചില മൊഴികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട്, വളരെ നിർണായകമായ വെളിപ്പെടുത്തലായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യമായ സംരക്ഷണം ഒരുക്കേണ്ടി വരുമെന്നൊരു തോന്നലൊക്കെ താങ്കൾക്കുണ്ടോ? അല്ല, സംരക്ഷണം ഇപ്പോൾ ഈ കേരളത്തിലെ അവസ്ഥ അറിയാലോ. അപ്പോൾ നമ്മുടെയൊക്കെ സ്ഥിതി തന്നെ പഠിച്ചവൻ്റെ കയ്യിലെന്ന് പറഞ്ഞ പോലെയാണ്. ശ്രീജിത്തിനെ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം നല്ലൊരു ദൈവവിശ്വാസിയാണ്, നല്ല ഒരു മൊറയിലുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട്
അതിനെയൊക്കെ മറികടന്നു പോകാനുള്ള മാനസിക ശേഷി അദ്ദേഹത്തിനുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ഈ കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നത് നമുക്ക് നോക്കാന്നേ.